കിച്ചുവിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. മുത്തശ്ശിയും കൊച്ചുമോനും തമ്മിലുള്ളൊരു സംഭാഷണം. എന്നെ കുറിച്ച് 2 വാക്ക് പറ. ഇയാള് എന്റെ സുധികുട്ടന്റെ പെണ്ണു പറഞ്ഞുകൊണ്ട് ഞാൻ ചുമക്കുന്നു. വേറെ 2 വാക്കുകളോട് പറയാം. വേറെ 2 നീ എന്റെ പൊന്നാര മോനാ. ഞാനാണ് നിന്നെ ഇത്ര അതെ ഗായ്സ്, പള്ളിക്കള്ളനായിരുന്നു. ജയ്ജിത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ എന്നറിയോ? എന്നിട്ടൊന്നും കൊണ്ടുവന്നില്ല. ഇന്ന് രാത്രി നമ്മള് കേക്ക് മുറിക്കാൻ പോകുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു രജിത്ത്. ഹാപ്പി ബർത്ത്ഡേ. ടീനേജ് കഴിഞ്ഞു വന്ന പ്രായത്തിൽ ശരിക്കും അപ്പനും അമ്മയും മിസ് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ സങ്കടമാണ്. അമ്മ ഉണ്ട്, അമ്മ നോക്കാതെ ഇരിക്കുന്നുമില്ല. പക്ഷേ അവൻ്റെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. അത് ചിലപ്പോൾ അവൻ ആഗ്രഹിക്കുന്ന പ്രകാരം കിട്ടിയില്ല എന്ന് വരാം. അതുകൊണ്ട് ചിലപ്പോൾ അവന് അത് പറയാനും പറ്റില്ല. മറ്റൊരു കാര്യം, ഈ പ്രായത്തിൽ, അതായത് ടീനേജ് കഴിഞ്ഞ് വരുന്ന പ്രായത്തിലുള്ള കുട്ടികൾ എപ്പോഴും ഫ്രീ ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കും. കാരണം വീട്ടുകാരുടെ ആ ഒരു നിയന്ത്രണമൊന്നും ഇല്ലാതെ വരുമ്പോൾ അവൻ വിചാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടത്താം എന്നുള്ള ചിന്തയും അവനിലുണ്ടാവും. അപ്പോൾ രേണു പറയുന്നത് പോലെ അവൻ ചോദിക്കുന്ന കാശൊക്കെ കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ എപ്പോഴും ആൾക്കാർ പറയുന്ന പോലെ വലിയ വലിയ എമൗണ്ടൊക്കെ കൊടുത്താൽ അവൻ്റെ സ്വഭാവത്തിന് എങ്ങനെ മാറ്റം വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. മറ്റൊന്ന്, അവൻ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാമീപ്യമാണ്. അതാണ് അച്ചമ്മയോട് ഒരു ഉമ്മൻ ചോദിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു വിഷമം തോന്നിപ്പോവും. ശരിക്കും അവൻ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നു. അവന് വെളിയിൽ പറയുന്നില്ല. അതാണ് ഈ സംഭവം. ഇതൊക്കെ കാണുമ്പോൾ പലർക്കും ചിലപ്പോൾ കുറ്റം പറയാൻ തോന്നും. കാരണം രേണു ഇവനെ നോക്കുന്നില്ല എന്ന് ചിന്തിക്കും. ശരിക്കും അങ്ങനെയല്ല. രേണുവിനെ സംബന്ധിച്ച് ഒരു കുടുംബത്തിൻ്റെ കാര്യം മുഴുക്കെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് അവൾ. അപ്പോൾ ആ സമയത്ത് തന്നെ അവൾക്ക് ചുറ്റുപാട് നിന്നും ഒരുപാട് നെഗറ്റീവ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തളരാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവൾ കൂടുതൽ സ്നേഹിച്ച കിച്ചുവിൽ നിന്നും ചില വാക്കുകളൊക്കെ കേട്ടപ്പം അവൾക്ക് ഒരു വിഷമം തോന്നി. അത് എന്തായാലും കിച്ചുവിന് വേറൊരു മാനസികാവസ്ഥയാണ്. അവൻ്റെ അച്ഛൻ പോയി, സ്വന്തം അമ്മ അവനെ ഇതുവരെയും നോക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ അത് പോയിട്ട് ഈ കുട്ടികൾ വളരെ ശ്രദ്ധിക്കേണ്ട ടൈമാണിപ്പോൾ. തന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ വണ്ടിയെടുത്ത് വളരെ സ്പീഡിൽ പായുന്ന വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ചെറിയ വിഷമം തോന്നുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. അപായം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം ചിന്തിക്കുക. വേറൊരു കാര്യം, ഈ മോൻ കുഞ്ഞായിരുന്നപ്പോൾ അച്ഛൻ ലൊക്കേഷൻ കൊണ്ടുപോകുന്നതിനെ വിലക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അമ്മയായ രേണു ഒരുപക്ഷെ വിലക്കിയിട്ടുണ്ടാകും. കാരണം അവന് പഠിക്കാനുണ്ട്. അച്ഛൻ്റെ കൂടെ ലൊക്കേഷനിൽ പോയാൽ പഠനമെല്ലാം ഉപേക്ഷിച്ചിട്ട് കളിച്ച് നടക്കുകയുള്ളൂ. അപ്പോൾ അതൊന്നും ആ കുഞ്ഞായിരിക്കുമ്പോൾ അതൊരു നല്ല കാര്യമാണെന്ന് ഒരിക്കലും ചിന്തിക്കില്ല. അതൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് അച്ഛനില്ലല്ലോ എന്നുള്ള ചിന്തയൊക്കെ വന്നപ്പോൾ ഒത്തിരി വിഷമവും മിസ്സിങ്ങും ഒക്കെ അനുഭവപ്പെട്ടു കാണും. ആ ടൈമിൽ എന്താണ് പറയണേ, ഏതാണെന്ന് പറയണേന്ന് ഉള്ള ചിന്ത പോലും ഇല്ലാതെ എന്തൊക്കെയോ പറഞ്ഞു. അത് വളരെ പ്രശ്നമാക്കിയതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിക്കും അമ്മ എന്ന് പറയുന്നത് ഇപ്പം 3ാം അമ്മയാണെങ്കിലും രേണുവും കിച്ചുവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഇപ്പോൾ ആ വീഡിയോ വന്നതിന് ശേഷം അവർക്കൊരു മാനസിക വിഷമം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ വിചാരിക്കും. എന്തായാലും കിച്ചു അമ്മയെ ഒന്ന് വിളിക്കുക. തീർച്ചയായിട്ടും മോനെ അമ്മയുടെ സ്ഥാനത്ത് 3ാം അമ്മയായാലും വേണം ഒരാൾ. അതുകൊണ്ട് ഒരിക്കലും മടി കാണിക്കരുത്. അമ്മയെ വിളിക്കണം, അമ്മയെടുത്ത് പോകണം. അതുകൊണ്ട് മോന് ഇനി ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ച അങ്ങ് മാറി വീണ്ടും ആ പഴയ സന്തോഷത്തിലേക്ക് വരണം. മോൻ അടുത്തുള്ള മോൻ്റെ മുത്തശ്ശിയുടെ സന്തോഷം കണ്ട, അത് കണ്ടപ്പോഴും നമുക്ക് വളരെ സന്തോഷം തോന്നി. ആ അമ്മയ്ക്കും വളരെ സന്തോഷമാണ്. അമ്മയെയും എപ്പോഴും മോൻ കരുതിക്കൊള്ളണം കേട്ടോ മോനെ.